നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടുകാണി ചുരത്തിൽ പ്ലൈവുഡ് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വഴിക്കടവ് അതിർത്തിക്ക് സമീപമുള്ള വളവിലാണ് അപകടം നടന്നത്. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കടുവ പിടിച്ച കാട്ടുപന്നിയുടെ ജഡമാണ് ഇവിടെ കണ്ടെത്തിയത്. മാലിന്യ നിർമ്മാർജ്ജന നടപടികൾ താറുമാറായതിൽ പ്രതിഷേധവുമായി ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി പൊട്ടിയിൽ വീണ്ടും കാട്ടാനകൾ. 2 കാട്ടാനകളെയാണ് വീടിന് സമീപത്തുനിന്ന് ചെമ്പ്രമ്മൽ ബാബു എന്ന പ്രദേശവാസി കണ്ടത്. ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. ചുങ്കത്തറയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നടത്തിയ സൗജന്യ വിദ്യാഭ്യാസ തൊഴിൽ മാർഗ നിർദ്ദേശ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. നാടുകാണി ചുരത്തിൽ പ്ലൈവുഡ് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വഴിക്കടവ് അതിർത്തിക്ക് സമീപമുള്ള വളവിലാണ് അപകടം നടന്നത്. വഴിക്കടവ് ഭാഗത്ത് നിന്നും നാടുകാണിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് റോഡിൽ മറ്റ് വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ലോറിയിൽ ഉണ്ടായിരുന്ന പ്ലൈവുഡ് ലോഡ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കടുവ പിടിച്ച കാട്ടുപന്നിയുടെ ജഡമാണ് ഇവിടെ കണ്ടെത്തിയത്. രാവിലെ ടാപ്പിംഗിനായി എത്തിയ തൊഴിലാളികളാണ് കാട്ടുപന്നിയുടെ ജഡം കണ്ടത്. ഉടൻ തന്നെ വിവരം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപും ഇതേ സ്ഥലത്ത് വെച്ച് ടാപ്പിംഗ് തൊഴിലാളികൾ കടുവയെ കണ്ടിരുന്നു. തൊട്ടടുത്ത പാന്താമധാരി എസ്റ്റേറ്റ് ഭാഗത്തും കടുവയെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. കരുവരക്കുണ്ട് C1 എസ്റ്റേറ്റിൽ ഒരു പന്നിയുടെ ജഡം കണ്ടതായിട്ട് രാവിലെ തന്നെ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെറ്റിനറി ഡോക്ടർ ശ്യാം ഡോക്ടർ വന്ന് സ്ഥലം പരിശോധിച്ചപ്പോൾ അതിന് കഴുത്തിൽ കാര്യമായ മുറിപാടുകളൊന്നും കണ്ടില്ല. അതിൻ്റെ മാംസം ഏകദേശം വയറുഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷ്യ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് ചെറിയ പല്ലിൻ്റെ പാടും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്ത് നഖത്തിൻ്റെ പാടുമാണ് ഉള്ളത്. അപ്പോൾ അത് ഒന്നെങ്കിൽ കടുവയോ അല്ലെങ്കിൽ പുലിയോ ആവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ വിശദമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. മുൻപ് റാവുത്തൻകാടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ വനംവകുപ്പ് കെണി വെച്ച് പിടികൂടിയിരുന്നുവെങ്കിലും പ്രദേശത്ത് ഒന്നിൽ കൂടുതൽ കടുവകളുണ്ടെന്ന നാട്ടുകാരുടെ വാദം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ. കേരള പഴങ്കടക്കൽ GUP സ്കൂളിന് തൊട്ടടുത്തായാണ് കടുവയുടെ സാന്നിധ്യം കാണപ്പെട്ടിട്ടുള്ളത് എന്നത് പ്രദേശവാസികളിൽ ഭീതി ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. കടുവാ ഭീതി കാരണം തോട്ടമേഖലയിലെ തൊഴിലാളികൾക്ക് ജോലിക്കിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രദേശത്ത് അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാലിന്യ നിർമ്മാർജ്ജന നടപടികൾ താറുമാറായതിൽ പ്രതിഷേധവുമായി ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരാകെ മാലിന്യം, നിലമ്പൂരാകെ മാലിന്യം, ജീവിക്കാൻ കഴിയാത്ത നിലമ്പൂരിന്റെ മക്കൾക്ക് പരിഹാരം വേണം. മുനിസിപ്പാലിറ്റി ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. തന്നെ വളരെ വിഷമമുള്ള ആളുകളാണ് ഞങ്ങൾക്ക്. കാരണം ഈ നിലമ്പൂരിൻ്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ നിലമ്പൂർ ഒരു കക്കൂസിന് മുമ്പിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താനുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ബഹുമാനായ അധ്യക്ഷൻ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
കഴിഞ്ഞ ഭരണസമിതി എന്ന നിലയിൽ ആ 5 വർഷത്തിൽ ഏകദേശം 2 വർഷക്കാലത്തോളം കോവിഡാനന്ത പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ആ മുനിസിപ്പാലിറ്റി നമ്മൾ അധികാരത്തിൽ വരുന്നത്. ഞങ്ങളുടെ പല കൗൺസിലർമാരും ആ കാലത്ത് PPE കിറ്റ് ധരിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ആദ്യമായി ആരോഗ്യരംഗത്ത് ഒരു സ്വകാര്യ ആശുപത്രി വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ആ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്താൽ നമുക്ക് കഴിഞ്ഞു. PM ബഷീർ അധ്യക്ഷത വഹിച്ചു. കക്കാടൻ റഹീം, T ഹരിദാസ്, VC ശ്രീധരൻ, രാജഗോപാലൻ, ഷൌക്കത്ത്, M മുജീബ് റഹ്മാൻ, കറിയാക്കനാത്തോപ്പിൽ ഇടതുമുന്നണി കൌൺസിലർമാർ, മുൻ കൌൺസിലർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടിയ പ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു ബസ് സ്റ്റാൻഡിൽ സമരം സംഘടിപ്പിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ മയിലാടിപ്പൊട്ടിയിൽ വീണ്ടും കാട്ടാനകൾ. 2 കാട്ടാനകളെയാണ് വീടിന് സമീപത്തു നിന്ന് ചെമ്പ്രമ്മൽ ബാബു എന്ന പ്രദേശവാസി കണ്ടത്. വീടിന് സമീപത്തു നിന്നും ശബ്ദം കേട്ട് ടോർച്ച് തെളിച്ചു നോക്കിയപ്പോഴാണ് ബാബു കാട്ടാനകളെ കണ്ടത്. പൊക്കോട് വനമേഖലയിൽ നിന്നുമാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ജവാനായ ശരത് കാട്ടാനയ്ക്ക് മുൻപിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കാട്ടാനകളും പുലിയും മയിലാടിപ്പൊട്ടിക്കാരുടെ ഉറക്കം കെടുത്തുകയാണ്. പടക്കം പൊട്ടി ഒച്ച വെച്ചതോടെ കാട്ടാനകൾ വനമേഖലയിലേക്ക് തിരികെ പോയതിനാൽ കൃഷിനാശമുണ്ടായില്ല. ഭിന്നശേഷി കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കണമെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA. ചുങ്കത്ര പഞ്ചായത്തും മർത്തോമ യുവജന സഖ്യം കുന്നംകുളം മലബാർ മദ്രസനവും സംയുക്തമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നടത്തിയ സൗജന്യ വിദ്യാഭ്യാസ തൊഴിൽ മാർഗ നിർദ്ദേശ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ ഡിഫറൻറ്റ്ലി ഏബിൾഡ് തിരുവനന്തപുരം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വിവിധ തൊഴിലുകൾക്ക് ആവശ്യമായ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിനായി കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 13 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനം ലഭിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മൈമൂന അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ്, റിയാസ് ചുങ്കത്തറ, T നാസർ, മാർത്തോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ലെദിൻ ജോസഫ്, ഭദ്രാസന യുവജന സഖ്യം സെക്രട്ടറി ഐബിൻ ജേക്കബ്, ബ്ലോക്ക് മെമ്പർമാരായ ഡെയ്സി റോയ്, അഡ്വക്കേറ്റ് കവിത ജയപ്രകാശ്, ബുഷറബി, പ്രസന്നകുമാരി, പഞ്ചായത്ത് മെമ്പർമാരായ ബിജു, അജേഷ് C, സുനിത, ഷെറീന, റഫീഖ, ബാബു ഷെരീഫ്, ഷൌക്കത്ത് K, റിബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും സുരക്ഷയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടപ്പിലാക്കുന്ന ചങ്ങാതി പദ്ധതിക്ക് നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കിടയിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 9 സ്കൂളുകളിൽ ഒന്നാണ് മാനവേദൻ സ്കൂൾ. പദ്ധതിയുടെ ഭാഗമായി സമൂഹത്തിലെ പ്രശസ്തരും പ്രമുഖരുമായ വ്യക്തികൾ ഉൾപ്പെടുന്ന 15-അംഗ വിദഗ്ധ സംഘം മാസത്തിലൊരിക്കൽ സ്കൂളിലെത്തി കുട്ടികളുമായി സൗഹൃദപരമായി സംവദിക്കും. വിദ്യാർത്ഥികളുടെ ആശങ്കകളും മാനസിക സമ്മർദ്ദങ്ങളും കേട്ടറിഞ്ഞ് അവർക്ക് ആവശ്യമായ മാനസിക പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട്, എനിക്ക് കേൾക്കാൻ സമയമുണ്ട് എന്നതാണ് ഈ കരുതൽ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത്, വാർഡ് മെമ്പർ റജീന, പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, പ്രധാനാധ്യാപകൻ MM അബ്ദുറഹിമാൻ, VHIC വിഭാഗം പ്രിൻസിപ്പൽ റുക്കിയ നൊട്ടൻവീടൻ, മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ മമ്മു മാസ്റ്റർ, റയീസ്, സ്മിത PK എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ അനധികൃത ചെങ്കൽ കരിങ്കൽ ക്വാറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. മലപ്പുറം വേങ്ങര റോഡിൽ പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിലാണ് ജിയോളജി പഞ്ചായത്ത്, പോലീസ്, റവന്യൂ, ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നത്.
അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾ കണ്ടെത്തുന്നതിനും അനുമതിയില്ലാതെ മണ്ണെടുക്കുന്നത് തടയുവാനും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനും ജിയോളജി, പോലീസ്, റവന്യൂ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തും. അനധികൃത ക്വാറികളുടെ പ്രവർത്തനം തടയുന്നതിന് പോലീസ്, റവന്യൂ, പഞ്ചായത്ത് വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കും. ക്വാറി ഉൽപ്പന്നങ്ങളുമായി പോകുന്ന ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധിക്കും. സംസ്ഥാന ദേശീയപാതകളുടെ വശങ്ങളിലെ കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിക്കും. യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ADM ഇൻചാർജ് അൻവർ സാദത്ത്, സബ് കളക്ടർമാരായ ദിലീപ് K കൈനിക്കര, സാക്ഷി മോഹൻ, ജില്ലാ ജിയോളജിസ്റ്റ് റീന നാരായണൻ, മറ്റ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, വിവിധ താലൂക്ക് തഹസിൽദാർമാർ, പോലീസ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാണക്കാട് മണ്ണിടിച്ചിൽ സംഭവിച്ച പ്രദേശത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി പ്രദേശം സന്ദർശിച്ചു. ജിയോളജി, മണ്ണ് സംരക്ഷണ വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പൊതുമരാമത്ത്, റോഡ്സ്, ദുരന്ത നിവാരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, ഹസാർഡ് അനലിസ്റ്റ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. സമിതി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. മമ്പാട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾ സമാധാന പ്രതിജ്ഞ ചൊല്ലി. ഹിരോഷിമയിലെ ബാലിക സതാക്കോ സസാക്കിയുടെ ഓർമ്മയ്ക്കായി വിദ്യാർത്ഥികൾ പേപ്പർ കൊക്കുകൾ നിർമ്മിച്ചു. തുടർന്ന് സമാധാനത്തിന്റെ പ്രതീകമായ പ്രാവിന് ചിത്രത്തിൽ കൈമുദ്ര പതിപ്പിച്ച് വർണ്ണാഭമായ കൂട്ടായ കലാസൃഷ്ടി ഒരുക്കി. യുദ്ധത്തിന്റെ ദുരന്തങ്ങളും സമാധാനത്തിന്റെ പ്രാധാന്യവും കുട്ടികൾക്ക് ലളിതമായി പരിചയപ്പെടുത്തി. പരിപാടികൾക്ക് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ അധ്യാപകരും ജീവനക്കാരും നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.